എന്താ ചുമ 4 ദിവസമായി തുടങ്ങിയിട്ട് മരുന്നുണ്ടെങ്കിൽ കഴിച്ചോ? ആന്റിബയോട്ടിക് പോയി ചോദിച്ചത്, പക്ഷേ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാല് ബാക്ടീരിയ രോഗങ്ങൾ കൂടുതലാണ്. അപ്പം ഈ പനിയും ചുമയും ഉണ്ട് നല്ല പറഞ്ഞത് അത് വയറിന്റെ അവസ്ഥ. ഞാൻ എന്തായാലും ആന്റിബയോട്ടിക് ഉള്ള ചുമക്കായിട്ടുള്ള അസുഖം എന്തായാലും ഒരു 5 ദിവസം കഴിക്കുക. അത് കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ ഒന്ന് കാണിക്കും. നിങ്ങൾക്ക് ഇന്ന് ഗുളിക വേണ്ട വെച്ചാ? ഗുളിക കഴിക്കാൻ മാത്രല്ല, ഇപ്പൊ നല്ല കുറവുണ്ട്. അസുഖം കുറച്ച് കുറഞ്ഞു വെച്ചിട്ട് ഗുളിക കഴിക്കാണ്ടിരിക്കലാന്ന് ഇനി ലാസ്റ്റ് അസുഖം കൂടിയാലോ? ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്റെ അസുഖം എല്ലാം മാറി. ഇനി അത് തിരിച്ചൊന്നും വരാനൊന്നും പോകുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഡോക്ടർ 5 ദിവസം കഴിക്കാൻ പറഞ്ഞല്ലേ, ഇതാ കഴിക്ക്. നമ്മുടെ ഞങ്ങൾ ടൈമുണ്ടോ? പനിക്കുന്നുണ്ടോ? അമ്മ ഇപ്പൊ വരെ. ഇതേതമ്മ മരുന്ന്? ഇതിന്ന് ഇരുന്ന് കച്ചറൊട്ടിയ മോളെ, ഇതെല്ലാം നമുക്ക് കുടിക്കാൻ പറ്റും. സാറിന് വേഗം മാറിക്കോളൂ, അച്ഛന് വേഗം മാറിയില്ലേ സാധനം. ഹോസ്പിറ്റൽ പോകാനോ? മോള് പണിയെടുത്ത് കല്യാണം പോകണം. നിങ്ങളെ ഹോസ്പിറ്റലിൽ ഉണ്ടായില്ല? 2 ദിവസമായിട്ട് നല്ല ചുമയുണ്ടായി. വെയിറ്റ് ചെയ്ത് ആന്റിബയോട്ടിക് ആയി ഉപ്പ് കൊടുത്തു. ആന്റിബയോട്ടിക്കാ നിങ്ങളത് പണി കാണിച്ചേ? ഡോക്ടറെ മൂക്ക് എനിക്കിന്റെ പോലെ തന്നെ ചുമയുണ്ടായി, അതാ കൊടുത്തത്. ഈ ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാല് ഓരോരാൾക്കും ഓരോ പ്രായക്കാർക്കും ഓരോ ഡോസിലാണ് കൊടുക്കുക. നമ്മൾ രോഗത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടാണ് രോഗികൾക്ക് മെഡിസിൻ കൊടുക്കുന്നത്. ആന്റിബയോട്ടിക് ആവശ്യമില്ലാതെ കഴിച്ചാല് അത് ഗുരുതരമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അഥവാ ആന്റിബയോട്ടിക് ബാക്കി വന്നാല് അത് ബന്ധപ്പെട്ട അതോറിറ്റീസിന് എന്തായാലും ഏൽപ്പിച്ചിരിക്കണം. ഡോക്ടറെ, നമുക്കൊരു സാധാരണക്കാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, അങ്ങനെ പറ്റിപ്പോയൊരു തെറ്റാണ്. ആന്റിബയോട്ടിക്കുകൾ ശ്രദ്ധാപൂർവ്വം കാര്യക്ഷമമായി ഉപയോഗിക്കണം. ആന്റിബയോട്ടിക് സാക്ഷര കേരളത്തിനായി നമുക്ക് ഒന്നിക്കാം.